ഒരു കാലത്ത് ഫോറിനേഴ്സിന്റെ മോസ്റ്റ് ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു. കേരളത്തിന്റെ മുഖം എന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം കോവളം. കഴിഞ്ഞ ഒരു വർഷത്തോളമായി നമ്മൾ കാണാൻ പറ്റുന്നത് കംപ്ലീറ്റ്ലി കോവളം ഇരുട്ടിലാണ്. കാരണം സ്ട്രീറ്റ് ലൈറ്റിന്റെ പോസ്റ്റ് ഉണ്ട്, പക്ഷേ അതിലൊന്നും ലൈറ്റ് ഇല്ല. ക്രിസ്മസ് നൈറ്റ് ആയിട്ടും പേരിന് പോലും പ്രോപ്പർ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ചിലവ് പറയും പെട്ടെന്നാണ് കേടായി പോയത്. 110% ഉറപ്പായിരുന്നു ക്രിസ്മസിന് പോലും തെണ്ടുകൾ ലൈറ്റ് ഇടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 2 ആഴ്ച മുന്നേ ഉള്ള വീഡിയോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ടൂറിസം മന്ത്രി, ടൂറിസം അത് പോസ്റ്ററിൽ മാത്രം ഒതുങ്ങേണ്ട കാര്യമല്ല. അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അതിനുള്ള ഫെസിലിറ്റീസും കൂടെ കൊടുക്കുക. പ്ലീസ് ഡോണ്ട് ടെൽ മീ ലൈറ്റും കറണ്ടും നിങ്ങളുടെ സെക്ഷൻ അല്ല എന്ന്. ബട്ട് റിമെമ്പർ, നിങ്ങളുടെ ടൂറിസ്റ്റുകൾ വന്ന് ഇറങ്ങേണ്ട സ്ഥലത്തെ വെളിച്ചത്തിനെ പറ്റിയാണ് ഞാൻ ഇത് പറയുന്നത്. ശരി, നിങ്ങൾക്ക് വന്ന് നോക്കാൻ പറ്റില്ല, ബട്ട് ശമ്പളം കൊടുത്ത് നിർത്തിയേക്കുന്ന നിങ്ങളുടെ ശിങ്കടികളെ കൊണ്ട് ഇതൊക്കെ ടൈം ടു ടൈം ചെക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇത് പറയേണ്ട കാര്യമില്ല. അതല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനെല്ലാം തുടങ്ങി വെക്കാനല്ല അറിയൂ. അത് മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു കാര്യം മാത്രം അറിയാം. ഈ ഇരുട്ടിൽ കൂടെ സഞ്ചരിച്ച് പട്ടികൾ ഇടിക്കാതെ വീട് എത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം ലക്കിയാണ് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അത്രമാത്രം ഇരുട്ടാണ്. അവിടുത്തെ 1-2 കടകൾ അടച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ. ക്രിസ്മസ് നൈറ്റ് ആയിട്ട് ഒരുപാട് ഫാമിലി ആൻഡ് സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. ഇമാജിൻ ആർക്കെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഉത്തരം പറയും. അവിടെ ക്യാമറ ഉണ്ട്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. കമോൺ ബ്രോ, എന്തെങ്കിലും സംഭവിച്ചിട്ട് വീഡിയോ നോക്കിയിരുന്നിട്ട് എന്ത് കാര്യം? വെറും കുറച്ച് സമയത്തിന് വേണ്ടി ഒരു ഹെലിപാഡ് ഉണ്ടാക്കി 20 ലക്ഷം രൂപ മുടക്കി അത് വിവാദമാകുന്നതിന് മുന്നേ തന്നെ ഇടിച്ച് കളയാമെങ്കിൽ ജനങ്ങൾ തരുന്ന നികുതി പണത്തിൽ നിന്ന് അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു പോസ്റ്റിന് 100 രൂപയുടെ ലൈറ്റ് ഇടാൻ പോലും കാശെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പേരിനെങ്കിലും ഒരു 5 രൂപയുടെ മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കണേ. ഇനി അതിന് പോലും കാശെടുക്കാനില്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തം വരുമ്പോൾ സ്ഥിരം തുറക്കുന്ന ആ ഒരു മാജിക് അക്കൗണ്ട് ഉണ്ടല്ലോ മിസ്റ്റർ മുഖ്യന്റെ. സ്ട്രീറ്റ് ലൈറ്റ്സിന് കാശില്ല, സഹായം തേടുന്നു എന്ന് പറഞ്ഞു വീണ്ടും തുറക്കട്ടെ. സർക്കാർ പൊളിയല്ലേ?